ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇത് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. പക്ഷേ ഉച്ച സമയമാകുമ്പോഴേക്കും പ്രകൃതി എന്നെ ചതിച്ചു. മഴ, കരണ്ടും ഇല്ല, വീടിൻ്റെ ഉള്ളിൽ മൊത്തം ഇരുട്ട്, ഇരുട്ട്. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ മോൾ ഉറങ്ങുന്നുണ്ടാവും. അതുകൊണ്ട് ആ സമയത്ത് ബെഡ്ഷീറ്റൊന്നും വിരിച്ചു വെക്കാൻ പറ്റൂല. അവൾ എഴുന്നേക്കാൻ ലേറ്റാവും, 10 മണിയൊക്കെ ആവും. അപ്പോൾ അവൾ എഴുന്നേറ്റ് അവൾക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഈ പരിപാടിയിലേക്ക് ഇറങ്ങുക. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ നല്ലോണം ഒന്ന് മുട്ടി വിരിച്ചതിന് ശേഷം അടിച്ചു വാരലും തുടക്കലുമാണ് ഇനി അടുത്ത പരിപാടി. എപ്പോഴും സെയിം കാണിച്ചാൽ നിങ്ങൾക്കും ബോറടിക്കും, വീഡിയോ എടുക്കുമ്പോൾ എനിക്കും ബോറടിക്കും. അപ്പോൾ ആർക്കും ഒരു വെറൈറ്റി ആവശ്യമൊന്നല്ല വേണ്ടത്. എന്താ പറയുക, വെറൈറ്റി ഇഷ്ടമല്ലാത്തല്ലേ. എല്ലാ ഡേ ഇൻ മൈ ലൈഫ് ഈ വെക്കലും കുടിക്കലും തിന്നലും അത് തന്നെയല്ലേ ഉണ്ടാകുക. ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഓരോ മിസ്റ്റേക്ക് പറ്റും. പക്ഷെ ഞാനത് എഡിറ്റ് ചെയ്യാൻ നിൽക്കില്ല. കാരണം ആകെ ഇത്തിരി പൊടി യൂസ് ചെയ്യുള്ളൂ. അതിനെ പിന്നെയും മെനക്കെട്ടിരിക്കാൻ എനിക്കിപ്പോൾ കയ്യല്ല. എന്താ യൂട്യൂബ് മാമൻ ഒന്ന് കണ്ണ് തുറക്കാത്തത്? 1000 വ്യൂസെങ്കിലും ഒരു വീഡിയോക്ക് തന്നിരുന്നെങ്കിൽ എന്ന് വെറുതെ ആഗ്രഹിച്ചു പോകുന്നു. ഇത് തരും 2-3 ദിവസം കൂടുമ്പോൾ 200 വ്യൂസ്, അല്ലെങ്കിൽ 4 ദിവസം എടുത്താലും 100 വ്യൂസ് ആവാത്ത വീഡിയോ ഉണ്ട്. എന്തോരം കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ, ഈ ഇടക്കിടക്ക് വരും. നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട. എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഞാൻ കിട്ടുന്ന സമയത്ത് ഓടിപ്പിടിച്ച് വന്ന് എഡിറ്റ് ചെയ്യുന്നതാണ്. മോൾ ഉറങ്ങുന്ന സമയത്ത്. ഇത് ഇന്ന് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഉച്ചക്കാണ് ഞാനിത് എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ വേറെയും പരിപാടികളുണ്ട്. എന്താണെന്നിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല. ഞാൻ വേറെയും പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ എന്താ പറയുക, ആക്റ്റീവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയും നോക്കണം, ഇവിടെയും നോക്കണം. എല്ലാം കൂടി എന്നെക്കൊണ്ട് പറ്റുന്നില്ല. 2 കണ്ണും ഉണ്ട്, 4 ആപ്പും ഉണ്ട് എന്ന് പറയുന്ന പോലെ. ഈ ആപ്പെല്ലാം ഒന്ന് നിർത്തിയിട്ടുണ്ടെങ്കിൽ മനസ്സമാധാനത്തിൽ വീട്ടിലിരിക്കുമായിരുന്നു. നിങ്ങൾ നമ്മളെ വീഡിയോ ഇട്ടാൽ പൈസ തരുമെന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുക. എന്നിട്ട് ഇടുന്ന വീഡിയോനാണെങ്കിൽ പൈസയും തരുന്നില്ല, ഒരു തേങ്ങയും തരുന്നില്ല. ആൾക്കാർ കാണുമ്പോൾ ഇവൾക്ക് യൂട്യൂബിൽ നല്ല പൈസയുണ്ട്, അങ്ങനെയായിരിക്കും എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ സത്യാവസ്ഥ ഇതിലുള്ള ആൾക്കാർക്കല്ലേ മനസ്സിലാവും. ഇപ്പം തൽക്കാലം അവരൊക്കെ വിചാരിച്ചോട്ടെ എനിക്ക് നല്ല പൈസയുണ്ട് യൂട്യൂബ് എന്നത്. എന്തിനാണ് വെറുതെ തിരുത്തി പറയുന്നത്? ഞാനും പിന്നെ തിരുത്താനൊന്നും പോക്കില്ല. ഞാൻ പറയലുണ്ട്, ഇടക്കിടക്ക് മാസത്തിൽ കിട്ടലുണ്ടെന്ന്. എന്ത് മാസത്തിൽ, വർഷത്തിൽ ഒരിക്കൽ പോലും ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടാൻ സാധ്യത കുറവാണെന്ന് എനിക്കല്ലേ അറിയൂ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ നല്ലോണം മുട്ടി പിരിച്ചതിന് ശേഷം വേഗം പോയിട്ട് അടുത്ത പരിപാടി അടിച്ചു വാരലാണേ. അടിച്ചു വാരിയിട്ട് ഇനി തുടക്കലും കൂടി ചെയ്യണം. അപ്പോൾ ഈ സമയത്തെല്ലാം മോള് കാർട്ടൂൺ കണ്ടിരിക്കുന്നുണ്ട്, നല്ല മൂഡിലാണ് ഉള്ളത്. അതുകൊണ്ട് വേഗം പോയിട്ട് തുടക്കം കൂടി ചെയ്യട്ടെ. അപ്പോൾ തുടക്കലെല്ലാം കഴിഞ്ഞ നേരം ഇനി അടുത്ത എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ, ഇന്ന് വറവുണ്ടാക്കുന്നത് ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടിയാണ്. രണ്ടും കൂടി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വരച്ചെടുക്കുന്ന സാധനത്തിന് എന്താ പറയുക, അതിൻ്റെ അകത്താണെങ്കിൽ വേഗം നമുക്ക് ഈ ബീറ്റ്റൂട്ടും ക്യാരറ്റും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ചോപ്പർ കയ്യിലില്ല. ഇതിനും ചോപ്പർ തന്നെയാണോ ഇനി പറയുക? ഈ സാധനത്തിൽ വേഗം ഇങ്ങനെ ആക്കിയാൽ വേഗം കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചോറിൻ്റെ പരിപാടിയൊക്കെ അമ്മ അവിടെ നോക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കാലിൻ്റെ താഴെ എൻ്റെ മോള് പിടിച്ച് വലിക്കുന്നുണ്ട്. അവളെയും കൂടി മേശേൻ്റെ മുകളിൽ കയറ്റിയിരുത്താൻ. ഞാൻ ഇവിടെ പണിയെടുക്കുമ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ആൾ. പിന്നെ കുറച്ച് സമയമെല്ലാം കാർട്ടൂൺ വെച്ച് കൊടുക്കും. ഫുൾ ടൈമും വെച്ച് കൊടുത്താൽ കണ്ണിൻ്റെ പണി കഴിയും. അവൾ ഇരുന്ന് കാണും, പക്ഷെ ഞാൻ വെച്ച് കൊടുക്കില്ല എന്നേ ഉള്ളൂ. കുറച്ച് അത്രയും ബിസിയായ കാര്യത്തിന് മാത്രമേ ഞാൻ അങ്ങനെ TV വെച്ച് കൊടുക്കാറുള്ളൂ. പുറത്തെന്തെങ്കിലും അലക്കാനോ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിക്ക് അവളെ കൊണ്ടുപോകാൻ പറ്റാത്ത സമയത്തേ TV ഞാൻ വെച്ച് കൊടുക്കുള്ളൂ. അപ്പോൾ ഇത് വേഗം കട്ട് ചെയ്തെടുത്തിട്ട്, ഇന്ന് രാവിലെ ഒന്നും മഴ അങ്ങനെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഫുൾ ഡേ കാണിക്കാമെന്ന്. ഉച്ചയായ സമയത്താണ് ക്ലൈമറ്റ് ആകെ അങ്ങ് മാറിയത്. നല്ല മഴയായിരുന്നു.
അല്ലെങ്കിൽ ഞാൻ വൈകുന്നേരം വേറൊരു സ്നാക്കൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ വല്ലാത്ത ചതിയായിപ്പോയി. അപ്പോൾ കട്ട് ചെയ്ത ബീട്രൂട്ടിൽ ഞാൻ കുറച്ച് തേങ്ങയും കൂടി ചിരവി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി, മീഡിയം വലിപ്പമുള്ള ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കണം. പിന്നെ പൊടികളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്, ഇത് മൂന്നും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു ചീനിച്ചട്ടി വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. ഈ കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. ചിലരൊഴിക്കും, ചിലരൊഴിക്കില്ല. ഞങ്ങളിവിടെ കുറച്ച് വെള്ളം ഒഴിക്കാറുണ്ട്. അതെന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാകുന്ന സമയം കൊണ്ട് വേഗം നമുക്ക് കറി ഉണ്ടാക്കാം. ഇതിനൊരു ഒഴിച്ച് കറി ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇന്ന് മീൻ കിട്ടിയത് നത്തലാണ്. നിങ്ങളെ നാട്ടിൽ എന്താ പറയുക ഇതിന്? ഈ നത്തൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞി മീനില്ലേ, നത്തോലിയ. നമ്മൾ നത്തൽ എന്ന് പറയുക തലശ്ശേരിക്കാർ. ഓരോ നാട്ടിൽ ഓരോ ഭാഷയായിരിക്കും അല്ലേ. നത്തലി, വറ്റലി അങ്ങനെയല്ലാണോ പറയുക? നിങ്ങൾ കമൻറ്റ് ചെയ്യും, ഞാൻ കുറച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. അപ്പോൾ പുറത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വെച്ചു. ഇന്ന് ഈ സമയത്തൊന്നും മഴയില്ല. അപ്പോൾ പുറത്തുനിന്ന് കട്ട് ചെയ്തെടുക്കുക. അകത്തുനിന്ന് കട്ട് ചെയ്യുമ്പോൾ പിന്നെ അവിടെയൊക്കെ മഴയുള്ള സമയത്ത് നമ്മൾ അകത്തുനിന്ന് തന്നെ കട്ട് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ക്യാമറ നോക്കണമെന്ന് വിചാരിക്കും. പക്ഷേ ചില സമയത്ത് റെക്കോർഡിംഗ് ആണോ എന്ന് നോക്കേണ്ട ആവശ്യം ഉണ്ടാവും. എനിക്കധികം അങ്ങനെ പറ്റാറുണ്ട്. ക്യാമറ ഓണാക്കി വെക്കും, ചിലപ്പോൾ റെക്കോർഡിംഗ് അല്ലായിരിക്കും. വെറുതെ കഷ്ടപ്പെടുന്നത് വെറുതെ ആയിപ്പോവും. അതുകൊണ്ടാണ് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത്. പിന്നെ എൻ്റെ ട്രൈപ്പോഡാണെങ്കിൽ ഒരു വികലാംഗനാണ്. മോള് ഒരു ദിവസം വന്നിട്ട് ട്രൈപ്പോഡിനൊരു തട്ട് കൊടുത്തതാണ്. അപ്പോൾ താഴത്തെ സ്റ്റാൻഡിൻ്റെ ഒരു ഭാഗം ഇളകിയിട്ട് നിൽക്കുന്നത്. ഞാനിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടെല്ലാം വെച്ചതാണ്. അപ്പോൾ അതെപ്പോഴാണ് തല കീഴായി വീഴുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഞാനിങ്ങനെ നോക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാറ്റടിക്കുമ്പോൾ എല്ലാം ട്രൈപ്പോഡ് നിലത്ത് വീഴുമെന്നാണ് ഞാൻ ഇടയ്ക്ക് നോക്കുന്നത്. യൂട്യൂബ് മാമാൻ കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ഇനി എന്തെങ്കിലും പണം കൊടുത്ത് എന്തെങ്കിലും സാധനം വാങ്ങും. ഇല്ലെങ്കിൽ അതുവരെ ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടെടുക്കും ട്രൈപ്പോഡൊക്കെ. അപ്പോൾ പുറത്ത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം. ഉള്ള പൂച്ചേനെയും നായ്ക്കുട്ടികളെയും കാണാം, കാക്കേനെ കാണാം. പിന്നെ മീനെല്ലാം കഴുകി തീരാറായപ്പോഴാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്തത്. അല്ലെങ്കിൽ ഇത് മീൻ മുറിക്കൽ വ്ളോഗായി പോയിരുന്നു. അപ്പോൾ മീനെല്ലാം കഴുകി അടുക്കളയിൽ എത്തുമ്പോഴേക്കും വറവ് ഇവിടെ റെഡിയായിട്ടുണ്ട്. വെള്ളമെല്ലാം പറ്റിയിട്ട് നമ്മൾ അടുപ്പെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി ആക്കേ വേണ്ടു, മീൻ കറിയും മീൻ പൊരിച്ചതും ആക്കേ വേണ്ടു. അപ്പോൾ മോളെ കണ്ടോ, എൻ്റെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നത്. കുറച്ച് സമയം പുറത്ത് പോകുമ്പോൾ എന്നെ കണ്ടിട്ടില്ല. അതിൻ്റെ സ്നേഹപ്രകടനമാണ് ഇപ്പോൾ കാണിക്കുന്നത്. എന്നെ വിട്ട് നിൽക്കുകയില്ല. അപ്പോൾ പുറത്തിറങ്ങിയാലോ ഓള് ടി വിയിലായിപ്പോയിനു. അതാ ഞാൻ കുറേ പറയുന്നുണ്ട്, മുളക് അങ്ങനെ കണ്ണിലായിട്ടുണ്ടെങ്കിലോ എന്ന്. ഒന്നും കേൾക്കുന്നില്ല. പിന്നെ അമ്മ എന്തോ പറഞ്ഞിട്ട് അങ്ങോട്ട് വിളിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറഞ്ഞിരുന്നു മോളെ മുഖം ഫേസ് ശരിക്കും കണ്ടിട്ടില്ല എന്ന്. അവളെ മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ അടുത്തിടാം. അപ്പോൾ കഴുകി വെച്ച മീനിലേക്ക് മസാലപ്പൊടികൾ എന്ന് പറഞ്ഞിട്ട് കാര്യമായിട്ട് ഞാൻ ഇന്ന് ചേർക്കുന്നില്ല. പൊരിക്കുന്ന മീനിൽ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും ഇത് മൂന്നും ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ മീനിൻ്റെ അകത്തുനിന്ന് ഞാൻ കുറച്ചെടുത്ത് പൊരിക്കാനും എടുത്ത് വെക്കും. കറി വെച്ചത് ഞാൻ കഴിക്കില്ല. ഇവിടെ അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പൊരിച്ചതിലേക്ക് കുറച്ച് കൂടുതൽ എടുത്ത് വെക്കും. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇതുപോലെയാണ് കറി വെക്കുന്നത്. തക്കാളി ഇടുന്നില്ല, പച്ചമാങ്ങ എടുക്കുന്നതുകൊണ്ട് തക്കാളി ഇടുന്നില്ല. അല്ലെങ്കിൽ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയാണ് എടുക്കുക. ചെറിയ ഉള്ളി, വെളുത്തുള്ളി അതൊന്നും നമ്മൾ കറിയിലിടാറില്ല, മീൻ കറിയിൽ. അപ്പോൾ തേങ്ങേൻ്റെ അരപ്പിൽ മഞ്ഞൾ പൊടി, മുളക് പൊടി, ജീരകവും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ പച്ചമാങ്ങ ഇടുന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പുളിയൊന്നും ഒഴിക്കാത്ത. വാളംപുളിയാണ് എടുക്കുക, കുടംപുളിയല്ല. അപ്പോൾ ഈ അരപ്പും കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് തന്നെ എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഈ തക്കാളി ഇല്ലാത്തതുകൊണ്ട് പച്ചമുളകൊക്കെ നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം കൈ കൊണ്ട് തന്നെ. പച്ചമാങ്ങ ഇട്ട കറി നല്ല ടേസ്റ്റായിരിക്കും.
അപ്പോൾ പല സ്ഥലത്തും പല രീതിയിലായിരിക്കും കറി വെക്കുക. ഇങ്ങനെയാണോ കറി വെക്കുക എന്ന് വിചാരിക്കണ്ട. ഞാൻ കാണാറുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീഡിയോയിലെല്ലാം അവർ വറുത്തരച്ചിട്ടൊക്കെ അയിലക്കറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ അങ്ങനെയൊന്നും ഇതുവരെ വെച്ചിട്ടില്ല. നമ്മൾ ഈ ഒരു രീതിയിലാണ് മീൻകറി വെക്കുക. അപ്പോൾ ഇനി ഈ അരവൊക്കെ കലക്കിയ കറി ഒന്ന് വിറകടുപ്പിൽ വെച്ച് തിളപ്പിച്ചെടുക്കാം. ഗ്യാസിൻ്റെ ക്ഷാമം കൊണ്ടും ഇപ്പോൾ അധികവും അടുപ്പിൽ തന്നെയാണ് വെക്കുന്നത്. പിന്നെ വിറകും ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ. വിറകിന് ക്ഷാമമില്ല, ഗ്യാസിന് ക്ഷാമമുണ്ട്. അപ്പോൾ അടുപ്പിൽ വെച്ചിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പൊരിച്ചെടുക്കാനുള്ള മീൻ അടുപ്പത്ത് വെക്കാം. അത് ഗ്യാസിലാണ് വെക്കുക. അപ്പോൾ അരവൊക്കെ ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. കറിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അടുപ്പിൻ്റെ അകത്തുനിന്ന് ഇറക്കി വെക്കാം കറി. അപ്പോൾ കറിയായി, വറവായി, പൊരിച്ച മാത്രമേ അടുപ്പത്തുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നല്ല ഇരുട്ട് പിടിച്ചിട്ട് മഴ വന്നിട്ടുണ്ട്. എൻ്റെ കരണ്ടും പോയിട്ടുണ്ട്. ഇതിപ്പോൾ കാറ്റടിക്കുമ്പോൾ കരണ്ട് ഒരൊറ്റ പോക്ക് പോകും. പിന്നെ വരുന്നത് എത്ര മണിക്കാന്ന് പറയാൻ പോലും പറ്റില്ല. ചിലപ്പോൾ വൈകുന്നേരമായിരിക്കും. വീഡിയോസൊക്കെ എങ്ങനെയാണ് ഇനി കണ്ടിന്യൂ എടുക്കുക എന്നൊന്നും അറിഞ്ഞുകൂടാ ഈ കരണ്ടിൻ്റെ ഒരു പ്രശ്നം കൊണ്ട്. പിന്നെ ഞാൻ ഉച്ച സമയത്ത് ഫുഡ് കഴിക്കുന്ന സമയത്താണ് വീഡിയോ എടുത്തത്. അതും എമർജൻസി ഒക്കെ വെച്ചിട്ട് എടുത്തത്. ഞാൻ പുറത്തെ മഴ കാണിച്ചു തരാം. ഇത്ര ശക്തിയിലാണ് മഴ പെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.